നിങ്ങളടുത്ത് ഒരു 10 മിനിറ്റ് എടുക്കാനുണ്ടെങ്കിലുണ്ടല്ലോ മൈദയോ ആട്ടയോ വെല്ലോ പഞ്ചസാരയോ ഒന്നും ചേർക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് റെസിപ്പി കാണിച്ചു തരാം. പിന്നെ ഇല്ല ഇനി മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം തന്നെ ഒരു മിക്സീൻ്റെ ജാറെടുത്ത് വെക്കുക. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇതൊട്ടും തണുപ്പില്ലാത്ത മുട്ടയാട്ടാ. അതേ ജാറിലേക്ക് തന്നെ 1/2 കപ്പ് ഡെസിക്കേറ്റ് കോക്കനട്ട് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള സാധാ തേങ്ങ 1/2 കപ്പ് എടുക്കുക. 2 മിനിറ്റ് ഫ്രൈ പാനിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് ആ ഒരു മധുരത്തിനനുസരിച്ചിട്ടുള്ള ഈത്തപ്പഴം ഇട്ട് കൊടുക്കട്ടോ. ഇതിപ്പോൾ ഞാനൊരു 5-10 പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 10-15 പീസ് വരെ എടുക്കാം. വീണ്ടും ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് മെൽറ്റ് ചെയ്ത 1/2 കപ്പ് ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം ഇനോ പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടധികം വേണ്ട, തണുപ്പും അധികം വേണ്ട. എന്നിട്ട് മിക്സിയിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇപ്പം നിങ്ങൾക്ക് ബാറ്ററി അരച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പാല് വീണ്ടും ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ലൂസാണെങ്കിൽ വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല കറക്റ്റായിട്ട് വന്നോളും. നമ്മളിതിൽ ചേർക്കുന്ന മുട്ടേൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയൊക്കെ അളവനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ടെക്സ്ചറിലാട്ടോ നമ്മളെ ബാറ്ററി വേണ്ടത്. ഇനി ഇപ്പോൾ ഇത് നമുക്കൊരു ഇഡ്ഡലി തട്ടെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് മൈദയൊക്കെ ഇട്ടിട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബാറ്ററി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കട്ടോ. നിങ്ങൾക്ക് വേറെന്തില്ലെങ്കിലും നമ്മളെ കേക്ക് ട്രേയിലൊക്കെ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓരോന്നായിട്ട് എടുക്കാൻ പറ്റുമല്ലോ. 10 മിനിറ്റ് മുന്നേ ഇതുപോലത്തെ ഒരു പാനിൽ ചെറിയൊരു തട്ടും കൂടി വെച്ച് കൊടുത്തിട്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അടപ്പ് മാറ്റിയിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ച് വെച്ച ഇഡ്ഡലി തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 10 മിനിറ്റ് നമുക്ക് ഇതൊന്നാകുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിതിൻ്റെ മൂടി അടച്ച് വെക്കുന്ന സമയത്ത് ഇതിന് ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊരു പീസ് കടലാസൊക്കെ വെച്ചിട്ട് അടച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധാ ഇഡ്ഡലി തട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പോ മണലോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടാണെങ്കിൽ അങ്ങനെയും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമ്മളെ ഇഡ്ഡലി തട്ടിലേക്ക് വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി വെക്കാട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് ആകുന്ന സമയത്തുണ്ടല്ലോ ഇതിൻ്റെ മേലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ എടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പം അടിപൊളിയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെന്തിനൊന്നൊന്ന് കുത്തി നോക്കുക. എന്നിട്ട് വെന്തിനുണ്ടെങ്കിൽ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയുള്ള നമ്മളെ സ്നാക്സിൻ്റെ പരിപാടി. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒരു കത്തിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒരു ഭാഗത്തു നിന്ന് ഇളക്കി കൊടുത്താലുണ്ടല്ലോ എല്ലാ ഭാഗവും ഇങ്ങ് വിട്ടുവരും. ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് നല്ലൊരു തേങ്ങേൻ്റെ ഫ്ലേവർ ആട്ടോ. തേങ്ങയും ഈത്തപ്പയൊക്കെ ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ, ഈ ഒരു ഫ്ലേവർ ആട്ടോ. ഇനി അത് നമ്മൾ തേങ്ങ വറുത്തെടുക്കണം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ ഒരു സ്നാക്സിന്. നമ്മളിത് റവ വെച്ചിട്ട് ഉണ്ടാക്കിയത്, പക്ഷേങ്കിൽ ഇതൊരിക്കലും കഴിക്കുന്ന സമയത്ത് നമ്മൾ റവ വെച്ചിട്ട് ഉണ്ടാക്കിയതെന്ന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. കൂടുതലും തേങ്ങേൻ്റെയും ഈത്തപ്പഴത്തിൻ്റെ ഒരു ഫ്ലേവറാണ് മുന്നിലേക്ക് വരാം. റവ ഉണ്ടെന്ന് മനസ്സിലാവുകയില്ല. നമ്മൾ സാധാ മൈദയൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം അതേ രീതിക്ക് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ ഉള്ളത്. ഇനി ഇപ്പം നിങ്ങൾക്ക് ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കണ്ട, പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലോ പഞ്ചസാരയും കൂടി ചേർക്കട്ടെ. 1/2 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. പക്ഷേ ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല എന്നേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. താങ്ക് യു.